കൃത്യം ഒരാഴ്ച കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുകയാണ്. അത് ഒരു ഒന്നൊന്നര വരവായിരിക്കും. പല കാര്യങ്ങളും ഉണ്ടാവും. ഒന്നാമതായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിൻ്റെ ഒരു ആഘോഷം. രണ്ടാമതായിട്ട് പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പായിട്ട് ചില പ്രഖ്യാപനങ്ങൾ, കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ അതുണ്ടാവും. അതുകൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അങ്ങ് തുടങ്ങുകയാണ്. 11-ാം തീയതി മുതൽ BJP കേരളത്തിൽ അലകടലായിട്ട് തന്നെ തുടങ്ങുകയാണ്. ഉഷാറോടുകൂടി തന്നെ ഉത്സാഹഭരിതരായിട്ട് തന്നെ തുടങ്ങുകയാണ്, അണമുറിയാത്ത ആവേശത്തോടു കൂടി. അങ്ങനെ ഒരു ആവേശത്തിൻ്റെ പൂരം കേരളം ഒട്ടാകെ സൃഷ്ടിക്കാനാണ് അവരുടെ ശ്രമം. തിരുവനന്തപുരത്ത് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പൂരമുണ്ട്. ബഹുദൂരം മുന്നിലേക്ക് തിരുവനന്തപുരത്തെ എത്തിച്ചുകൊണ്ട് കേരളീയരെ ഒന്നാകെ ഒന്ന് ഞെട്ടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടക്കാത്ത പല കാര്യങ്ങളും, ഇതുവരെ നടത്താൻ കഴിയാതെ ഇരുന്ന പല കാര്യങ്ങളും നടത്താനുള്ള ശ്രമം. അങ്ങനെയല്ലാതെ BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടാവില്ല, ഒരു USP. അതുണ്ടെങ്കിലേ ജയിക്കാൻ പറ്റൂ. ഇപ്പോഴത്തെ വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമില്ല, ഇടതായാലും വലതായാലും കണക്ക് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ്. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു അവസാന കയ്യിലാണ് കേരള സർക്കാർ എത്തിയിരിക്കുന്നത്. പക്ഷേ അതിന് പണമില്ല. അത് വരുന്നതോടുകൂടി വികസനമെന്ന് പറയുന്നത് കേരളത്തിൽ മുരടിക്കും. അവിടെയാണ് BJPയുടെ പിടുത്തം. ആ വികസനം നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വിരചിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ജാതീയത, വർഗീയത തുടങ്ങിയ വില കുറഞ്ഞ കാര്യങ്ങൾ, മുസ്ലിം ലീഗിന് എത്ര, മുസ്ലിങ്ങളായിട്ട് എത്ര MLA-മാർ, ഈഴവരെത്ര, നായരെത്ര എന്നുള്ള പട്ടികയൊന്നുമല്ല നോക്കുന്നത്. വികസനം, ആ വികസനത്തിൽ മാത്രം ഊന്നിയുള്ള, അത് നടത്താൻ കഴിയുന്നവരെ മാത്രം സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ളൊരു പ്രകടനം, ജാതി മത സമവാക്യങ്ങളെയെല്ലാം തിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ 11-ാം തീയതി എത്തുന്നതിന് മുമ്പ് തന്നെ 30 സ്ഥാനാർത്ഥികളെ അങ്ങ് പ്രഖ്യാപിക്കുക. അവർ മൂപ്പ് പറയുന്നത് ഈ 30 സ്ഥാനങ്ങളിലും അവർ ജയിക്കുമെന്നാണ്. പക്ഷെ നമ്മളതങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട കാര്യമല്ല എപ്പോഴും. പക്ഷേ ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു സെയിൽസ് പ്രവർത്തനത്തിൽ ഒരു ടാർഗറ്റ് കൊടുക്കും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻസെൻറ്റീവ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് പരമാവധിയിലായിരിക്കും. വലിയ പ്രയാസം, ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ഹാർഡ് വർക്കാണ് നമ്മുടെ പ്രവർത്തകരെല്ലാം കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഹാർഡ് വർക്കിൻ്റെ ഒരാൾ തന്നെയാണ് അമിത്ഷാ. അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദിയോട് മത്സരിച്ചുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഹാർഡ് വർക്ക് ഓരോ പ്രവർത്തകനും ഏറ്റെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. അതിനു വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനാണ് അദ്ദേഹം നടത്തുന്നത്. ഇവിടെ വരുമ്പോഴും അതുണ്ടാവും. അതുകൂടാതെ തിരുവനന്തപുരത്ത് നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള അനൗദ്യോഗികം, അദ്ദേഹത്തിന് അതിന് അവകാശമില്ല, അദ്ദേഹമെല്ലാം തീരുമാനിക്കേണ്ട മേയറാണ്. അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹം കൊടുക്കും. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഈ അടുത്ത 5 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ടാവും, അടുത്ത 1 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ടാവും, അതുപോലെ അടുത്ത 100 ദിവസത്തേക്കുള്ള പ്ലാനും. അതെല്ലാം നേരത്തെ തന്നെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വയ്ക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആദ്യം തന്നെ, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആദ്യം വരുന്നത് BJP ആയിരിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു നിർബന്ധം. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടേ കോൺഗ്രസ് വരൂ. അതും കഴിഞ്ഞായിരിക്കും LDFൻ്റെ രംഗപ്രവേശം. പക്ഷേ LDF ഗവൺമെൻറ്റിലിരുന്നു കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്നത് അത്രയും വിത്തെടുത്ത് കുത്തിയും നടപ്പാക്കും. നമുക്ക് ഖജനാവ് കാലിയടിച്ചായാലും വേണ്ടില്ല, ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് ജയിക്കണം. പണ്ടത്തെ ഈ നായർ സമുദായത്തിൽപ്പെട്ടവർ വ്യവഹാരങ്ങൾ നടത്തി മുടിഞ്ഞു പോയതുപോലെ സർക്കാരിനെ മുടിപ്പിച്ചിട്ടേ അവരിറങ്ങൂ. ഇനി അഥവാ അവർ തോറ്റാലും അടുത്ത സർക്കാർ വരുമ്പോൾ അവർക്ക് സന്തോഷിക്കാം. കാരണം ഇവരുടെ ഖജനാവ് കാലിയാണല്ലോ, ഇവർക്ക് നിഷ്ക്രിയരായിട്ടിരിക്കേണ്ടി വരുമല്ലോ, ഒന്നും കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ രീതിയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ കെ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഏകദേശം കൺഫേം ചെയ്തിട്ടുള്ളത് പാലക്കാട്. അത് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അവരുടെ തീപ്പൊരി താരം കായംകുളത്താണ് പരിഗണിക്കുന്നത്. കായംകുളത്ത് എതിരായിട്ട് വരുന്ന പ്രതിഭയായിരിക്കത്തില്ല, രണ്ട് വനിതകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കത്തില്ല. അവിടെ വരാൻ പോകുന്നത് വലിയൊരു എതിരാളിയായിരിക്കും. ശോഭാ സുരേന്ദ്രൻ്റെ വലിയ വെല്ലുവിളി, അതായത് അരുൺകുമാർ, നമ്മുടെ VS അച്യുതാനന്ദൻ്റെ മകൻ. VSനോട് ചെയ്തിട്ടുള്ള പാപങ്ങൾക്കുള്ള പശ്ചാത്താപമാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം. ജനുവരി 12-ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാം. 11-ാം തീയതി അദ്ദേഹം വരുന്നു, 12-ാം തീയതി തൊട്ട് പ്രചാരണം ഔദ്യോഗികമായിട്ട് അങ്ങ് തുടങ്ങുകയാണ്. നേമത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ മാറ്റമൊന്നുമില്ല. ശോഭാ സുരേന്ദ്രൻ കായംകുളം എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാരത്തിലേറിയത് വലിയൊരു ആഘോഷമാക്കി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ മാറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ ചില പ്രഖ്യാപനങ്ങൾ അവിടെ വെച്ച് അദ്ദേഹം നടത്തും. കേരള ഗവൺമെൻറ്റിനെ സൂക്ഷ്മമായിട്ട് വിമർശിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും വികസനത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണല്ലോ. BJP സാധാരണഗതിയിൽ മറ്റ് യോഗങ്ങളിലൊന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാറില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലാണ് അങ്ങനെയുള്ള വിമർശനങ്ങൾ അതുണ്ടാവും. ശബരിമല വിഷയത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നും പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് CBI അന്വേഷണത്തിൻ്റെ ഒരു ഉറപ്പായിട്ടുള്ള കാര്യം അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് BJPക്ക് തന്നെ അറിയാം, അവരുടെ പ്രവർത്തകർക്കും ബോധ്യമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി, ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രധാനമന്ത്രി തിരുവനന്തപുരം എന്നാണ് സന്ദർശിക്കുന്നത്? 40 ദിവസത്തിനകമെന്ന് പറഞ്ഞാൽ അതെന്നായിരിക്കും? തമിഴ്നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് വരികയാണോ, നേരിട്ട് ഇങ്ങോട്ട് വരികയാണോ? ഈ കാര്യത്തിലൊരു തീരുമാനം അദ്ദേഹം നമ്മളെ അറിയിക്കും. അതുപോലെ തന്നെ വിജയം നേടിയ BJP അംഗങ്ങളെ, അതായത് വാർഡ് കൗൺസിലർമാരെ എല്ലാം ഇദ്ദേഹം പ്രത്യേകമായിട്ട് അഭിസംബോധന ചെയ്യും. അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തങ്ങളെ വന്ന് കണ്ടു എന്ന് പറയുമ്പോൾ അവർ ഹൃദയത്തിൽ, ജീവിതത്തിൽ എന്നും സൂക്ഷിക്കുന്ന ഒന്നായിരിക്കുമല്ലോ. അങ്ങനെയുള്ള മോട്ടിവേഷൻ ധാരാളമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം BJPയുടെ സാധാരണ മണ്ഡലതലത്തിലുള്ള പ്രവർത്തകരോടൊപ്പം പോലും പ്രധാനമന്ത്രി നിൽക്കുന്ന ചിത്രങ്ങൾ ഞാൻ കാണാറുണ്ട്. അങ്ങനെയൊക്കെ കഴിയുന്നതും അവരെ കേരളത്തിൽ മോട്ടിവേറ്റ് ചെയ്യാനുള്ള അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈക്കോളജിക്കൽ മോട്ടിവേഷനാണ്, അത് നടക്കുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് വിപുലമായൊരു സമ്മേളനം മിക്കവാറും സെൻട്രൽ സ്റ്റേഡിയത്തിലായിരിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ അനുമതി കൊടുക്കാതിരിക്കാൻ കേരള ഗവൺമെൻറ് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതിയില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു പ്ലാൻ അനുസരിച്ച് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അമിത്ഷാ എത്തുന്നത് വളരെ ആവേശത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പ്രവർത്തകർ കാണുന്നത്. പ്രധാനമന്ത്രി വരാനാണ് അവർക്ക് വലിയ ആവേശമുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പ്രഖ്യാപനം തീർച്ചയായിട്ടും അദ്ദേഹം നടത്തുമെന്നാണ് പറയുന്നത്. മൊത്തത്തിലൊരു ആഘോഷമാക്കിയിട്ട് മാറ്റാൻ, ഈ ഭരണത്തെ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് BJPയുടെ ശ്രമം. ആദ്യം തന്നെ ശ്രീലേഖ IPSൻ്റെ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുകയുണ്ടായില്ല. ഈ ശ്രീലേഖ IPS ഇപ്പോൾ ഒരു വലിയ ശ്രദ്ധ പറ്റാതെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. അതായത് ഈ മുറി തനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളത് ആദ്യത്തെ VV രാജേഷുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലോടുകൂടി അവർ സ്ഥാപിച്ചു. ഇപ്പോൾ രണ്ടാമത് അത് രേഖാമൂലമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അധികമാരും ശ്രദ്ധിച്ചോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതായത് VV രാജേഷ് വാടകയ്ക്കെടുത്ത ആ മുറിയുടെ പുറത്തു നിന്ന് അത് മാത്രമേ VV രാജേഷിൻ്റെ മുറി മാത്രമേ കാണാൻ പറ്റൂ, അപ്പുറത്ത് കാണാൻ പറ്റില്ല. ആ മുറി കൂടെ വേണം ശ്രീലേഖയ്ക്ക് ഉള്ളിലേക്ക് കടന്നു കയറാൻ. ഇതിനെല്ലാം എല്ലാവരും കാണുന്ന തരത്തിൽ തൻ്റെ വാർഡിൽ അവർ ആ ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്നു, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. അവകാശം അങ്ങ് സ്ഥാപിച്ചു. അവകാശരേഖ, അങ്ങനെ ഒരു വികസന രേഖ പോലൊരു അവകാശരേഖ വളരെ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം അവർ സ്ഥാപിച്ചു. അതായത് VV രാജേഷിൻ്റെ കുത്തകം അട്ടിപ്പേറും ഒന്നുമല്ല ആ കെട്ടിടം, എനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്നൊരു ബോർഡ് എല്ലാവരും കാണുക അവർ എഴുതി വച്ചിരിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഈ പ്രേക്ഷകരിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല അത്. അതായത് ശാസ്താമംഗലം എന്ന് പറയുന്ന ഏറ്റവും പോഷായിട്ടുള്ള ഏരിയയിൽ നിന്ന് വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, രണ്ടും പോഷ് ഏരിയകളാണ്, ഏറ്റവും വില കൂടിയ സ്ഥലങ്ങളാണ് തിരുവനന്തപുരത്തെ. ഏറ്റവും നല്ല മനോഹരമായ രാജവീതിയുള്ള സ്ഥലവും കൂടെയാണ്. ആ റോഡിൻ്റെ സൈഡിലാണ് ഈ കെട്ടിടം. അവിടെയാണ് ഈ ബോർഡും കൂടി എഴുതി വെച്ചിരിക്കുന്നത്. VV രാജേഷ് ഇപ്പം മിണ്ടുന്നില്ലല്ലോ, ശിവൻകുട്ടി ഇപ്പം മിണ്ടുന്നില്ലല്ലോ. BJP അവിടെ അവരുടെ ആ ഒരു പ്രതിഭയും അതുപോലെ തന്നെ അവരുടെ ഒരു കഴിവും കാണിച്ചു അങ്ങ് തുടങ്ങി ഭരണം. അപ്പോൾ ഈ രീതിയിൽ വളരെ അഗ്രസീവായിട്ടുള്ള
ഒരു വികസനമായിരിക്കും തിരുവനന്തപുരത്തിന് പ്രതീക്ഷിക്കാനാകുന്നത്. അല്ലാതെ ഒരു ഉറക്കം തൂങ്ങി ഭരണമോ ഉടക്ക് ഭരണമോ അല്ല. ആവശ്യമില്ലാത്ത ഉടക്കുകളിലേക്കൊന്നും പോകാതെ, രാഷ്ട്രീയം അധികം കളിക്കാതെ, വികസനം മാത്രം കേന്ദ്ര ബിന്ദുവും ഫോക്കസും ഫൾക്രവും ആക്കിക്കൊണ്ടുള്ള ഒന്നായിരിക്കും അവിടെ നടക്കുന്നത്. അത് നമുക്ക് നല്ലതാണ്. അങ്ങനെയായാൽ BJPക്കും കൊള്ളാം എന്നേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.